നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റിയാണ്. ആയുർവേദത്തിൽ അമ്ലപിത്തം എന്നറിയപ്പെടുന്ന ഈ രോഗത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. OPD-യിലേക്ക് രോഗികൾ വരുന്നത് പലപ്പോഴും സിവിയർ വോമിറ്റിംഗ് ഒക്കെ ആയിട്ടോ ആയിരിക്കും. അതേപോലെ തന്നെ വയറുവേദന മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വയറെപ്പോഴും പെരുകിയിരിക്കുന്ന പോലുള്ള അവസ്ഥ. പലപ്പോഴും ചില സീവിയർ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഛർദ്ദിനോടൊപ്പം രക്തത്തിൻ്റെ അംശം കാണുകയും മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിശപ്പില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ്. ചില രോഗികൾ തലവേദന ഉണ്ടാകും. അപൂർവമായിട്ട് പനിയുമൊക്കെ ചെറിയ ടെമ്പറേച്ചറുമൊക്കെ രോഗികളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ഗ്യാസ്ട്രൈറ്റിസ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്നും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്നും. അക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നോ മരുന്നിൽ നിന്നോ ഒക്കെ ഇതിൻ്റെ വ്യത്യാസം കൊണ്ടോ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടോ അതല്ലെങ്കിൽ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഉപയോഗം കൊണ്ടോ സ്വയം ചികിത്സ കൊണ്ടോ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ രോഗികൾ ഉണ്ടാവാറുണ്ട്. ഇറോസീവ് എന്നും കൊറോസീവ് എന്നൊക്കെ അതിനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആമാശയത്തിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന നീർവീക്കത്തെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും അത്തരം ഭക്ഷണങ്ങളുടെയോ മരുന്നുകളുടെയോ ഒഴിവാക്കലുകൾ കൊണ്ടോ അത്തരം നീർവീക്കം മാറാൻ വേണ്ടിയുള്ള പ്രത്യേക രീതിയിലുള്ള മരുന്നുകൾ പ്രയോഗ രീതികൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് രോഗിക്ക് ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്തരം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറിറ്റേഷൻസ് കൂടി വരികയും അത് പിന്നെ അൾസറിലോട്ടൊക്കെ നയിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ രോഗിക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അൾസറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അന്നേരം ചെയ്യേണ്ടി വരും. പിന്നീടുള്ളത് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആണ്. പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് കുട്ടികൾ കൂടുതലായിട്ടും ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള പ്രശ്നത്തെപ്പറ്റി കൂടുതലായിട്ടും വീട്ടുകാരോടൊക്കെ പറയുന്നത് തന്നെ. അപ്പം ഈ താമസം ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ സ്ഥലത്ത് പുതിയ രീതികൾ, അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ആ ഒരു രീതികളുമായിട്ടൊക്കെ ചേർന്ന് വരാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആദ്യം ബാധിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന ഈ പറഞ്ഞ അബ്ഡോമിനൽ അപ്സെറ്റുകളാണ്. അത് സ്റ്റൊമക്ക് അപ്സെറ്റുകളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പം ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് ഇൻഫെക്ഷനാണ്. H. പൈലോറി എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസും അതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചികിത്സ വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു H. പൈലോറി ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അപ്പോൾ ആൾറെഡി നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത്ര ഇൻഫെക്ഷൻസ് ഒക്കെ കൂടി വരാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്തിയെടുത്ത ചികിത്സകളും അതേപോലെ ഈ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന സിംറ്റംസ്, സ്റ്റൊമക്കിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആയാലും അൾസർ ആയാലും അതിനുവേണ്ടിയുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ ഫലപ്രദമായി ചെയ്തു വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണെങ്കിൽ പോലും, അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയാൽ പോലും അതിൻ്റെ ഒരു പാറ്റേൺ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അഗ്നി അതല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ചികിത്സകളാണ്. അപ്പോൾ അത് നമ്മുടെ രക്തത്തിൻ്റെ ശുദ്ധി ചെയ്യുന്ന ചികിത്സകളുണ്ട്, അതേപോലെ രക്തത്തിൻ്റെ ക്വാളിറ്റി കൂടുന്ന ചികിത്സകളുണ്ട്, അതേപോലെ സർക്കുലേഷൻ, പ്രത്യേകിച്ച് സ്റ്റൊമക്കിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, മ്യൂക്കസിലേക്കുള്ള സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതിയിലുള്ള ചികിത്സ രീതി, അങ്ങനെ പല രീതിയിൽ പല വിധത്തിൽ എല്ലാ വശങ്ങളും നോക്കി കണ്ടുള്ള ചികിത്സകളാണ് ആയുർവേദത്തിലും പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസിൽ പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഒരു നാടൻ പ്രയോഗമുണ്ട്, ഇരുമ്പോലൊക്കെ കഴിച്ചാലും ദഹിക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ദഹനശക്തി അത്രയും കപ്പാസിറ്റിയുള്ള ദഹനശക്തി കൂട്ടിയെടുക്കുക എന്നുള്ളൊരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആമാശയത്തിലുണ്ടാകുന്ന നീർവീക്കത്തെ മാറ്റുന്ന ചികിത്സകളും അതേപോലെ തന്നെ ദഹനശക്തി ബലപ്പെടുത്തി അത്രമാത്രം പുഷ്ടി എടുക്കാനുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിലുണ്ട്. അപ്പം ഈ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസിലായാലും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിലായാലും പഞ്ചകർമ്മ ചികിത്സകൾക്കൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലൊക്കെ വമനവും അതേപോലെ തന്നെ മൃദുവിരേചന ചികിത്സകളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ വസ്തു ചികിത്സകളൊക്കെ ചെയ്ത് GIT ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെ കൂടുതൽ ബലപ്പെടുത്തിയെടുത്ത് അതോടൊപ്പം ദഹനശക്തി കൂട്ടുന്ന വ്യായാമങ്ങളും, പ്രത്യേകിച്ച് വ്യായാമത്തിന് പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഇരുമ്പുല കഴിച്ചാലും ദഹിക്കും, അത്രയും ആ ഒരു പ്രയോഗവിധിയിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അത്രയും പ്രത്യേകിച്ച് ആമാശയത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരം ഓർഗൻസിലേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടുന്ന എക്സസൈസുകൾ, യോഗ പോലുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ചികിത്സാ രീതികൾ. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസിൽ ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് എന്നെ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.